ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ ശ്രോതാക്കളായ സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പസമയത്തെ ധ്യാനചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 146 സങ്കീർത്തനം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 146 മുതൽ 150 വരെയുള്ള 5 സങ്കീർത്തനങ്ങളെ ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ എന്ന പദത്തിന് ദൈവത്തിന് സ്തുതി എന്നാണ് അർത്ഥം. 146 സങ്കീർത്തനം മുതൽ 150 വരെയുള്ള 5 സങ്കീർത്തനങ്ങൾ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. തുടർന്നുള്ള ആത്മീയ യാത്രയിൽ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികളായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ പരാതികളോ ആശങ്കകൾ, ഞെരുക്കങ്ങൾ, ശാപങ്ങളോ കഷ്ടതകളും പ്രാർത്ഥനകൾ, കരച്ചിലുകൾ, ദുഃഖങ്ങൾ എല്ലാം അവസാനിച്ചു. തുടർന്നുള്ള ദൈവമക്കളുടെ യാത്ര ഹല്ലേലൂയ ഗീതങ്ങളോടെയാണ്. എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ്. എല്ലാ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള യാത്രയാണ്. 1 സങ്കീർത്തനം 1 അധ്യായം 2 വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന ഭാഗ്യവർണ്ണനയോടെ ആരംഭിക്കുന്ന സങ്കീർത്തനം അവസാനിക്കുന്നതും ഭാഗ്യവർണ്ണനയോടുള്ള സ്തുതിയോടുകൂടിയാണ്. 146 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ എന്നുള്ള ഭാഗ്യവർണ്ണനയും കാണുന്നു. തുടർന്ന് ദൈവം താൻ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് യഹോവയെ സ്തുതിക്കുന്നത്. ആശ്രയിക്കാൻ കൊള്ളാവുന്ന ദൈവത്തിൻ്റെ അപദാനങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുകയാണ് 6 മുതലുള്ള വാക്യങ്ങളിൽ. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ 10 കാര്യങ്ങൾ ഒരു ചെറിയ ലിസ്റ്റ് ആക്കി ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 1. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ആദ്യം സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നതിനുള്ള അധികാരത്തോടുകൂടി ദൈവം തൻ്റെ മക്കൾക്ക് ഇത് സമ്മാനമായി നൽകി. അങ്ങനെ ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നു. 2. ദൈവം പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു. 3. ദൈവം വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നു. 4. ദൈവം ബദ്ധന്മാരെ സ്വതന്ത്രരാക്കുന്നു. 5. ദൈവം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. 6. ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. 7. നീതിമാന്മാരെ ദൈവം സ്നേഹിക്കുന്നു. 8. ദൈവം പരദേശികളെ പരിപാലിക്കുന്നു. 9. ദൈവം അനാഥരെ സംരക്ഷിക്കുന്നു. 10. ദൈവം വിധവമാരെ സംരക്ഷിക്കുന്നു. വീണ്ടും പറയുന്നു: ദുഷ്ടന്മാരുടെ വഴി മറച്ചു കളഞ്ഞുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവമക്കളോട് കൂടെയിരുന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്ന ദൈവത്തെയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നത്. തുടർന്നുള്ള സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യഹോവയായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. നമുക്കും ശിഷ്ടകാലം സങ്കീർത്തകരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.